ഒരു കുഞ്ഞു മനസ്സിന്റെ വിസ്മയം. മഴ പെയ്യുമ്പോൾ ആ കുട്ടി ആലോചിക്കുകയാണ്, എവിടെ നിന്നാണ് ഇത്രയധികം വെള്ളം വരുന്നത്? ആകാശത്ത് ആരെങ്കിലും വലിയ ടാപ്പ് തുറന്നുവിട്ടതാണോ? അതോ മേഘങ്ങൾ കരയുന്നതാണോ? ഓരോ തുള്ളിയും മണ്ണിൽ വീഴുമ്പോഴുണ്ടാവുന്ന ആ മണം, തണുപ്പ്. എന്താണ് സത്യത്തിൽ ഈ മഴ? വെറുമൊരു വെള്ളച്ചാട്ടമാണോ? അതോ പ്രകൃതി ഒളിപ്പിച്ചുവെച്ച വലിയൊരു രഹസ്യമാണോ? മഴയുടെ ജനനം. നമുക്ക് നോക്കാം എങ്ങനെയാണ് മഴ തുടങ്ങുന്നത് എന്ന്. ഇതിന്റെ പിന്നിൽ വലിയൊരു ശാസ്ത്രമുണ്ട്. സൂര്യന്റെ ചൂടേറ്റ് കടലിലെയും പുഴയിലെയും വെള്ളം നീരാവിയായി ഉയരുന്നു. ഈ നീരാവി മുകളിൽ ചെന്ന് തണുത്ത് ചെറിയ ജലഗണങ്ങളായി മാറുന്നു. കോടിക്കണക്കിന് ജലഗണങ്ങൾ ഒത്തുചേരുമ്പോൾ മേഘങ്ങളുണ്ടാകുന്നു. അവ ഭാരം കൂടി താഴേക്ക് പതിക്കുന്നതിനെയാണ് നമ്മൾ മഴ എന്ന് വിളിക്കുന്നത്. കാറ്റും ഭൂമിയുടെ താപനിലയും ഒത്തുചേരുമ്പോൾ സംഭവിക്കുന്ന പ്രകൃതിയുടെ ഒരു വലിയ മാജിക്. ഭൂമിയേക്കാൾ പഴക്കമുള്ള മഴ. നിങ്ങൾക്കറിയാമോ, മഴയ്ക്ക് ഭൂമിയേക്കാൾ പഴക്കമുണ്ടെന്ന് ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമി ഒരു കത്തുന്ന തീഗോളമായിരുന്നു. അന്ന് അന്തരീക്ഷത്തിലെ വാതകങ്ങൾ തണുത്ത് ആദ്യമായി മഴ പെയ്തു. ആ മഴ ഒരു ദിവസമോ 2 ദിവസമോ അല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ മഴയാണ് ഇന്നത്തെ സമുദ്രങ്ങളെയും പുഴകളെയും സൃഷ്ടിച്ചത്. ബഹിരാകാശത്തു നിന്നുള്ള ഉൽക്കാശിലകൾ വഴിയും വെള്ളം ഭൂമിയിലെത്തിയെന്ന് കരുതപ്പെടുന്നു. മഴ മാറ്റിയ ഭൂമി. മഴ ഭൂമിയിൽ വന്നതിന് ശേഷം വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. ജീവന്റെ സാന്നിധ്യം തന്നെ മഴയോടെയാണ് ആരംഭിച്ചത്. മൃതമായി കിടന്ന മണ്ണിൽ വിത്തുകൾ മുളച്ചു, കാടുകൾ വളർന്നു, നദികൾ ഒഴുകിത്തുടങ്ങി. ഭൂമിയുടെ താപനില കുറയുകയും ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ അനുയോജ്യമായ ഒരിടമായി ഈ ഗ്രഹം മാറുകയും ചെയ്തു. ഓരോ മഴയും ഭൂമിയെ കഴുകി വൃത്തിയാക്കി പുതിയൊരു ഉന്മേഷം നൽകുന്നു. മഴ നിലച്ചാൽ എന്ത് സംഭവിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ. മഴ പെയ്യാതായാൽ പുഴകൾ വറ്റും, കുടിവെള്ളമില്ലാതാകും. കൃഷികൾ നശിക്കുന്നതോടെ ഭക്ഷണത്തിന് ക്ഷാമം വരും. മരങ്ങൾ ഉണങ്ങുന്നതോടെ ഓക്സിജൻ കുറയും. ഭൂമി വീണ്ടും പഴയ ആ തീഗോളമായി മാറും. മഴയില്ലാത്ത ഒരു ലോകമെന്നത് ജീവനില്ലാത്ത ഒരു ശ്മശാനത്തിന് തുല്യമായിരിക്കും. നാഗരികതകൾ ഒന്നടങ്കം തകർന്നുപോകാൻ ഒരു മഴക്കാലം തെറ്റിയാൽ മാത്രം മതി. നിഗമനം: പ്രകൃതിയുടെ വരദാനം. അതുകൊണ്ട് മഴ എന്നത് വെറും വെള്ളമല്ല, അത് ഭൂമിയുടെ രക്തമാണ്. മനുഷ്യന്റെയും സകല ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് ഈ അത്ഭുത പ്രതിഭാസത്തിലാണ്. ആ കൊച്ചുകുട്ടിയുടെ മനസ്സിലെ വിസ്മയം പോലെ തന്നെ